ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പണ്ട് നമ്മുടെ ജാനകി ആ വീട്ടിൽ ചെന്ന് കയറിയ കാലം തൊട്ട് അവരുടെ കുടുംബത്തിലെ സന്തോഷങ്ങളും എല്ലാം ആലോചിച്ച് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ അബി. ഈ സമയത്താണ് നിരഞ്ജന ആ റിട്ടയർഡായ പോലീസ് ഓഫീസറെ പറ്റിയുള്ള കാര്യങ്ങൾ സക്കീർ ഭായിയെ വിളിച്ചറിയിച്ച് സക്കീർ ഭായിയോട് അത് തിരക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നിരഞ്ജന സക്കീർ ഭായിയെ വിളിക്കുക. അപ്പോൾ സക്കീർ ഭായി അറിഞ്ഞ കാര്യങ്ങളെല്ലാം നിരഞ്ജനോട് പറയുവാണ്. അപ്പോൾ അയാൾ ഒരു ഓർഫണേജിലാണുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ താൻ അറിയാത്ത ഒരു ഓർഫണേജും ഈ നാട്ടിലില്ലെന്നും അതുപോലെ തന്നെ അയാളെ ഞാൻ അവിടെ ചെന്ന് കണ്ടുവെന്നും പിന്നെ അയാളൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്നുള്ള കാര്യം അവിടുത്തെ അന്തേവാസികൾക്ക് ആർക്കും അറിയില്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം സക്കീർ ഭായി നിരഞ്ജനോട് പറയുവാണ്. അയാൾ കോടതിയിൽ വന്ന് നമുക്ക് അനുകൂലമായിട്ട് മൊഴി പറയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടോ. പിന്നെ അയാളുടെ അവസ്ഥകളെ പറ്റി എല്ലാം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്നത് അബി ജാനകിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഫോൺ വരുന്നത്. അത് സക്കീർ ഭായിയാണ് വിളിച്ചത്. ഇന്ന് അങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല എന്നും മുഴുവൻ സമയം കോർട്ടിലായിരുന്നു എന്നൊക്കെ സക്കീർ ഭായി പറയുക കേട്ടോ. അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും അപ്പോൾ ഇവിടെ എന്ത് വിശേഷമാണ് സക്കീർ ഭായി ഉള്ളത്? അവൾ അതേ കിടപ്പ് തന്നെയാണെന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു. ഞാൻ അവൾക്ക് ഇവിടെ കാവലിരിക്കുകയാണെന്നും ഇതൊക്കെ കേട്ടപ്പം സക്കീർ ഭായിക്ക് ഭയങ്കര സങ്കടമായി, ഭയങ്കര കരച്ചിലാബി. കേസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു സക്കീർ ഭായ്? എല്ലാം തുടങ്ങി വെച്ചിട്ടല്ലേ അവരുടെ ഈ കിടപ്പെന്ന് ചോദിക്കുമ്പം നമുക്ക് വെളിയിൽ നിന്നൊരു സാക്ഷിയെ കൂടി കിട്ടിയിട്ടുണ്ടെന്നും അയാൾ നമുക്കൊപ്പം നിന്നാലേ ഈ കേസ് നമ്മൾ ഉറപ്പായിട്ടും ജയിക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളും സക്കീർ ഭായ് പറയുക. ഞാൻ അയാളെ കാണാൻ പോവുകയാണെന്നും പറഞ്ഞു. പിന്നെ നിരഞ്ജന നന്നായി കഷ്ടപ്പെടുന്നുണ്ടല്ലേ? ജാനകി കിടപ്പിലായതോടെ ഈ കേസിൽ നിരഞ്ജനയ്ക്ക് താല്പര്യം കുറഞ്ഞു പോകുമെന്ന് ഞാൻ കരുതിയതെന്ന് പറയുമ്പം നിരഞ്ജനയുടെ സ്പിരിറ്റ് അല്പം പോലും ചോർന്നു പോയിട്ടില്ല അഭി. വാശി കൂടുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന കാര്യം ഇങ്ങനെ പറയുക. അപ്പം അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ ജാനകി പതുക്കെ കണ്ണ് തുറന്ന് ഇങ്ങനെ വരുക. ജാനകി ഈ ഒരു അവസ്ഥയിലായെങ്കിലും അവർ നടത്തിയ സമരം അതൊരിക്കലും തോറ്റു പോകരുത്, അതിനുവേണ്ടി നമ്മൾ കഴിയുന്നതിനപ്പുറം ചെയ്യണം അബി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഞാനെന്തായാലും നാളെ അയാളെ കണ്ടിട്ട് അബിയെ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് സക്കീർ ഭായി ഫോൺ കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ നന്ദിയുണ്ട് സക്കീർ ഭായി, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞു അബി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അതിനുശേഷം ജാനകിയോട് വിവരം പറയുവാണ്. നീ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കേണ്ട ജാനകി എന്നൊക്കെ. എന്നിട്ട് അബി ഇങ്ങനെ പറയാം, നിനക്ക് എങ്ങനെ കഴിയുന്നു നിൻ്റെ അബിയേട്ടൻ്റെ മുന്നിൽ ഇങ്ങനെ കിടക്കാനെന്നൊക്കെ ജാനകിയോട് അബി ഇങ്ങനെ ഇരുന്ന് ചോദിക്കുക. അങ്ങനെ അവിടെ ഇരുന്ന് ചോദ്യങ്ങളും പറച്ചിലുമായിട്ട് ഇരിക്കുന്നു. ദേ, നിൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുവരാൻ പോകുക. നിൻ്റെ അമ്മയ്ക്ക് മാത്രമേ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിന്നെ ഉണർത്താൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്ന് അബി പറഞ്ഞു. നിൻ്റെ മുന്നിൽ വന്ന് മോളെ എന്ന് നിൻ്റെ അമ്മ നിന്നെ വിളിച്ചാൽ നീ എഴുന്നേക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ജാനകി എന്നൊക്കെ ഇങ്ങനെ അബി പറയുക കേട്ടോ. എന്തുകൊണ്ടാണ് അബിയേട്ടൻ അതിന് ശ്രമിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിന് നിൻ്റെ അമ്മയിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് എന്നും ഇങ്ങനെ അബി പറയുക. തമ്പി മുന്നിൽ വന്ന് നിന്നിട്ട് പോലും ശബ്ദിക്കാത്തവളാണ് നിൻ്റെ അമ്മ. ആ അമ്മയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞു. പക്ഷേ നിൻ്റെ അമ്മയെ ഞാൻ മുന്നിൽ കൊണ്ടുവരാൻ പോവുക ജാനകി, നിൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുവരുമെന്നും പറഞ്ഞു അബി ഇങ്ങനെ ജാനകിയോട് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളും ഇതെല്ലാം പറയാം. അതിനുശേഷം പിന്നെ സ്നേഹാലയം എന്ന് പറയുന്ന ഒരു ഓർഫണേജാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മുടെ സക്കീർ ഭായി ചെല്ലുന്നു. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരം പരിചയപ്പെട്ടു. എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഒരു കേസുമായി ബന്ധപ്പെട്ട രവീന്ദ്രനാഥ് എന്ന റിട്ടയർഡ് പോലീസ് ഓഫീസറെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ ഇവിടെയല്ലേ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അതേലോ ആളിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് അയാളെ ഒന്ന് കാണണമല്ലോ എന്നും പറയുക. അപ്പോൾ അതിനെന്ത് സാർ കാണാമല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് അയാളെ ഒന്ന് കണ്ട് ചില വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു എന്ന് നമ്മുടെ സക്കീർ ഭായി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഇപ്പം ഇങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞു തീർന്നില്ല, ആ ചേട്ടൻ ഇറങ്ങി വരുന്നു. ചേട്ടനെ കണ്ടപ്പം നമസ്കാരമൊക്കെ പറഞ്ഞ് സക്കീർ ഭായി ഇങ്ങനെ നിൽക്കുക. എൻ്റെ പേര് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ എന്നാണെന്ന് പറഞ്ഞപ്പം നിങ്ങൾ ആരെ അന്വേഷിച്ചാണ് വന്നത്? അപ്പോൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ രവീന്ദ്രനാഥ് നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. നിങ്ങൾ ഇവിടെയുള്ള വിവരം പറഞ്ഞത് CI നടരാജനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഇങ്ങനെ നോക്കുക. 25 വർഷങ്ങൾക്ക് മുൻപ് മാധവ വാര്യർ എന്നൊരാൾ അയാളുടെ മകളെ ഒരാൾ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. ചേട്ടൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുക കേട്ടോ. ആ സ്റ്റേഷനിലെ CI നടരാജനായിരുന്നു എന്ന കാര്യം പറയുമ്പോൾ പറഞ്ഞ് നിൽക്കുന്നു. പരാതി കിട്ടിയ പിറ്റേ ദിവസം ആ മാധവ വാര്യർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മരണപ്പെട്ടു എന്നേ പറയാൻ കഴിയുകയുള്ളൂ. അതൊരു കൊലപാതകവുമാകാം. ആ ഒരു സമയത്ത് നടരാജൻ VRS എടുത്ത് ജോലി വിട്ടിരുന്നു എന്നുള്ള കാര്യവും പറയാം. അന്നത്തെ SI ആയിരുന്ന സേനൻ കേസ് മറ്റൊന്നാക്കി മറിച്ചു. അത് കാര്യമൊക്കെ പറയാം. അപ്പം നിങ്ങളായിരുന്നു എഴുതിയതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണമെന്ന് സക്കീർ ഭായി പറയുമ്പം
വക്കീല് രാധാമണി വാരസ്യാരുടെയും ജാനകിയുടെയും കഥ പറയാനൊന്നും നിൽക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ഞെട്ടിപ്പോയി. നടരാജൻ സാറ് പറഞ്ഞ കഥകളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് ഈ സാറ് പറയും. ഇത്രയും വേഗം ഒരാൾ എൻ്റെ അടുത്ത് എത്തുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്ന് പറയുമ്പം കേസിൻ്റെ വക്കീല് ഞാനല്ല, വക്കീല് അഡ്വക്കേറ്റ് ഉണ്ണിത്താൻ സാറിൻ്റെ മകള് നിരഞ്ജന ഉണ്ണിത്താനാണെന്ന കാര്യം സക്കീർ ഭായി പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഈ കേസിനെ കാണുന്നത് ഒരു ധർമ്മയുദ്ധമായിട്ടാണെന്നും മാനസിക നില തെറ്റിയ രാധാമണി വാരസ്യാർ നോർമൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും പറയുക. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് അവർക്ക് നീതി കിട്ടേണ്ടത് എന്നും സക്കീർ ഭായ് ഇദ്ദേഹത്തിനോട് പറഞ്ഞു. CI നടരാജൻ സാറ് ഞങ്ങൾക്കെല്ലാ പിന്തുണയും തന്നിട്ടുണ്ട്, നിങ്ങളും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരാൻ വക്കീലേ, കോടതിയിൽ വന്ന് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ ഏറ്റു പറഞ്ഞോളാമെന്ന് ഈ ചേട്ടൻ പറഞ്ഞു. സക്കീർ ഭായിക്ക് സന്തോഷമായി. എൻ്റെ തെറ്റിന് കോടതി എനിക്ക് ശിക്ഷ തരട്ടെ, മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ മാത്രം മതിയെന്നും ശിക്ഷയൊന്നും അനുഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാമെന്നും പറയുക. ഞാൻ എപ്പോഴാണ് കോടതിയിൽ വരേണ്ടതെന്ന് മാത്രം ഒന്ന് അറിയിച്ചാൽ മതി, ഉറപ്പായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ. പ്രതിഭാഗം നിങ്ങളെ തേടി വരുമെന്ന് പറഞ്ഞപ്പോൾ അത് ഉറപ്പാണെന്നും പറഞ്ഞു. ഏത് പ്രലോഭനത്തിലാണ് വക്കീലെ ഞാനിനി വീഴേണ്ടതെന്ന് ഈ ചേട്ടൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. എന്നെ പ്രലോഭിപ്പിക്കുന്ന ഒന്നേ ഉള്ളൂ, എൻ്റെ മരണം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആ ചേട്ടൻ അകത്തേക്ക് കയറിപ്പോയി. സക്കീർ ഭായ് സെക്കൻഡുകൾ കൊണ്ട് നിരഞ്ജനെ വിളിച്ചു. രവീന്ദ്രനാഥിനെ കണ്ടു, സംസാരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിരഞ്ജനയ്ക്ക് സമാധാനമായി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയെ നോക്കിയ ഡോക്ടർ അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ അഭി ഓടി വന്നു. ഡോക്ടർ എന്നും പറഞ്ഞു വിളിച്ചു. എന്തായി ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ജാനകിയെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഡോക്ടർ അതിന് മുൻപ് അവളുടെ അമ്മയെ കൊണ്ടുവന്ന് അവളിന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇതുവരെ വന്നില്ലേന്ന് ചോദിച്ചു ഡോക്ടർ അബിയോട്. അതൊരു കഥയാണ് ഡോക്ടർ, ഒരുപാട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ജാനകി ഒരു ഓർഫൺ ആണെന്നൊക്കെ പറയുമ്പോൾ ഈ ഡോക്ടർ ഞെട്ടി കേട്ടോ. അബറാം വിശദമായിട്ട് പറയാൻ പറഞ്ഞു. അടുത്ത കാലത്താണ് അവൾ അമ്മയെ കണ്ടെത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അബി ഡോക്ടറോട് വിശദമായിട്ട് തന്നെ പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് തന്നെ അയ്യോഭാവം തോന്നിയിട്ടോ. ആ സമയത്ത് ഇപ്പോൾ അമ്മ ട്രീറ്റ്മെൻറ്റിലാണെന്നും അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് അവരെ കൊണ്ടുപോയ തൊട്ടടുത്ത ദിവസമാണ് ജാനകിക്ക് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതെന്നുള്ള കാര്യം അഭി ഡോക്ടറോട് പറയുവാണ്. അവരിൽ നിന്നും മോളെ എന്നൊരു വിളി കേൾക്കാനാണ് ജാനകി ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യം അഭി ഇങ്ങനെ പറയാം. അതിനു വേണ്ടിയാണ് സത്യത്തിൽ അവൾ ജീവിക്കുന്നത് പോലുമെന്നും അഭി ഡോക്ടറോട് പറഞ്ഞു. അമ്മ അവിടെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മകളെ കാണണമെന്ന് അവർ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നും പക്ഷെ സത്യം അതാണെന്നും അബി ഇങ്ങനെ ഡോക്ടറോട് പറഞ്ഞു കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ ഒരു പ്രതീക്ഷ നമ്മുടെ ഡോക്ടർക്കും. ജാനകിയുടെ മനസ്സ് അതെനിക്കറിയാം ഡോക്ടർ, അവൾ അമ്മയെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അപ്പോൾ എന്തുകൊണ്ട് അബിറാം ആ അമ്മയെ ഇതുവരെയായിട്ടും കൂട്ടിക്കൊണ്ട് വന്നില്ല? ചെറുപ്പത്തിൽ അവരുടെ ജീവിതം തകർത്തവൻ കൺമുന്നിൽ വന്നിട്ടും അവർക്കൊരു പ്രതികരണം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും ഡോക്ടറോട് നമ്മുടെ അഭി പറയാം. അവർ ജാനകിയുടെ അടുത്ത് വന്ന് വെറും കാഴ്ചക്കാരിയെപ്പോലെ നിന്നിട്ട് കാര്യമുണ്ടോ ഡോക്ടർ എന്നും ചോദിച്ചു. ഡോക്ടർ ആകെ ധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുന്നു. ഞാൻ ഒന്ന് മടിച്ചത് അതുകൊണ്ടാണെന്നും അഭി പറഞ്ഞു. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നത് അവർക്ക് മോളെ എന്ന് വിളിക്കാൻ കഴിയുമെന്ന് തന്നെയാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഡോക്ടർക്കും അത്ഭുതം തോന്നുന്നു. ജാനകിയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ കൂടി എനിക്ക് അവരെ കൊണ്ടുവന്ന് ഒന്ന് കാണിക്കണം എന്ന് പറയുമ്പം ഉറപ്പായിട്ടും അത് വേണം അബി, ഉറപ്പായിട്ടും അത് വേണം. അബിറാം ഇപ്പം തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ട് വരാമോ എന്ന് ഈ ഡോക്ടർ അബിയോട് ചോദിക്കുക. വൈദ്യശാസ്ത്രത്തിനപ്പുറത്ത് പല മിറാക്കുകളും സംഭവിച്ചിട്ടുണ്ട്, പലരും രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അഭിറാം പറഞ്ഞത് വെച്ച് അവർക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞാൽ ജാനകി ഉണരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറയുന്നത് കേട്ടപ്പോൾ അബിക്ക് ഭയങ്കര പ്രതീക്ഷകളായി കേട്ടോ. പിന്നെ ഞാനും ഇപ്പോൾ ആ ഒരു ആവേശത്തിലാണെന്ന് ഡോക്ടർ അബിയോട് പറയുവാണ്. ഇതിലും വലിയ എന്ത് ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ജാനകിക്ക് കൊടുക്കാനുള്ളത്? താൻ ധൈര്യമായിട്ട് ചെല്ലടോ എന്ന് പറഞ്ഞ് ഡോക്ടർ അബിയെ പറഞ്ഞു വിടുന്നു. അപ്പോൾ അത് ഞാൻ ജാനകിക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വന്ന് മോളെ എന്ന് വിളിക്കുന്നതോടുകൂടി ഈ ഉറക്കത്തിൽ നിന്നും ജാനകി ഉണരും. അപ്പോൾ അമ്മയുടെ ആ ഒരു മോളെ എന്നുള്ളൊരു വിളി അവളുടെ കാതുകളിൽ ചെന്ന് വീഴുന്ന ആ സെക്കൻഡുകൾ കൊണ്ട് ജാനകി ഉണരുമെന്ന് അബി ഡോക്ടറോട് പറയപ്പോൾ ഡോക്ടറോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞ് അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞു പിന്നെ തിരുമേനിയെ വിളിക്കുക കേട്ടോ. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, ആരോടോ സംസാരിച്ചുകൊണ്ട്. ആ സമയത്ത് അവിടേക്ക് ആ മേഘനയെന്ന് പറയുന്ന ആൾ വന്നു. രാധാമണിയമ്മയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ്. മേഘനയ്ക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റാത്തത് കൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ പറയുക കേട്ടോ. ജാനകിക്ക് അമ്മയുള്ള കാര്യം പലർക്കും അറിയില്ല എന്ന് തിരുമേനി ഇങ്ങനെ പറഞ്ഞു. ഞാൻ അഭിയോട് ദേഷ്യം കാണിച്ചതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. രാധാമണിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അബ്രഹാമിനെ കൊണ്ട് പറ്റില്ല എന്നും എന്തായാലും മേഘന പോയി രാധാമണിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് മേഘന അങ്ങോട്ടേക്ക് പോകുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ അഭി മുന്നിലെത്തി. അപ്പോൾ അഭി വന്ന് നിൽക്കുമ്പം തിരുമേനിയോട് ഞാൻ അമ്മയെ കൊണ്ടുപോയിക്കോളാം തിരുമേനി എന്നും പറഞ്ഞു.
അബി വിളിച്ച് പറഞ്ഞപ്പോൾ എല്ലാ ബാഗുകളും ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തിരുമേനി പറയുവാണ്. രാധാമണിക്ക് അബി കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അബിക്ക് സമാധാനമായിട്ടോ. ജാനകി കോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുമേനി. അമ്മയ്ക്ക് മാത്രമേ ഇനി അവളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ എന്നൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു. മകളെ ഒരു പക്ഷേ അവൾ വിളിക്കും, ഉറപ്പായിട്ടും വിളിക്കും. മകളെ അവൾ ഒരു പക്ഷേ പേരെടുത്ത് വിളിച്ചെന്നിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പ്രതീക്ഷയോടെ നിൽക്കുക നമ്മുടെ അബി. അപ്പോൾ അമ്മ വിളിച്ചാൽ മകൾ ഉണരില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അഭിറാം അങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്കതിൽ വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരുമേനി. അമ്മ മോളെ എന്ന് വിളിച്ചാൽ അത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയുക. പക്ഷേ അമ്മ നോക്കി നിൽക്കുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ല എന്ന് നമ്മുടെ അബി ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്ക് അമ്മയുമായിട്ട് മേഘന അങ്ങോട്ടേക്ക് വന്നു. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അബിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അമ്മേ, നമുക്ക് ജാനകിയുടെ അടുത്തേക്ക് പോകാം അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ അബിയും ജാനകിയും കൂടെ അബിയും അമ്മയും കൂടി ജാനകിയുടെ അടുത്തേക്ക് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുക. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇനി എല്ലാവെന്ന് പറഞ്ഞ് അവരങ്ങ് പോകുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നകുലനും അതുപോലെ ഇന്ദ്രജയും ആ ഗിരി എന്ന് പറഞ്ഞ ഡ്രൈവറൊക്കെ ആയിട്ട് സംസാരിക്കും. അപ്പോൾ ഗിരിക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി ഇവിടെ എത്തിച്ചത് ഞാൻ പ്രതീക്ഷിച്ച ആൾ തന്നെയാണ്. വിനായകൻ്റെ സഹായ സെന്തിലാണെന്നുള്ള കാര്യം ഈ ഗിരി ഇങ്ങനെ ഇന്ദ്രജയോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ നകുലൻ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അവരതേ സത്യത്തിൻ്റെ അടുത്ത് വരെ എത്തി. പക്ഷെ അതൊരു കൊട്ടേഷൻ ആയിരുന്നില്ല മേഡം. ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചത് സെന്തിലല്ല എന്ന് ഗിരി ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇന്ദ്രജ പറഞ്ഞതുപോലെ തന്നെ കാര്യം ആ വണ്ടി ഇവിടെ എത്തിച്ച് ചാവി കൈമാറിയതോടെ അവൻ്റെ ജോലി കഴിഞ്ഞുവെന്നും എല്ലാവർപ്പെട്ട് വിനായകനുമായിട്ടുള്ള ഇടപാടുകൾ മാത്രമാണ് പിന്നെ നടന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നകുലിന് രക്തം തിളയ്ക്കാൻ തുടങ്ങി. ഇപ്പം തമ്പിയെ കൊല്ലണം എന്നുള്ള രീതിയിൽ. പിന്നെ ആർക്കാണ് അവർ കൊട്ടേഷൻ കൊടുത്തത്? സെന്തിലിന് ആ വിവരങ്ങളൊന്നും അറിയില്ല. അത് ഇവിടെയുള്ള ആരെങ്കിലും ഏൽപ്പിച്ചതാവാനാണ് സാധ്യതയെന്നൊക്കെ ഗിരി ഇങ്ങനെ ഇവരോട് പറയുക കേട്ടോ. അപ്പോൾ നോ, ഈ നാട്ടിലുള്ള ഒരു ഗുണ്ടയെ വെച്ച് ഒരിക്കലും അവരത് ചെയ്യാനുള്ള സാധ്യതയില്ല. അതിനുവേണ്ടി പുറത്തുനിന്ന് അവരൊരാളെ കൊണ്ടുവരികയുമില്ല. നന്നായി ഹോംവർക്ക് ചെയ്തിട്ടാണ് അവർ ഓരോ ചുവടുകളും വെച്ചിട്ടിരിക്കുന്നത്. ഗിരിക്ക് എങ്ങനെ ഈ സെന്തിലിനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ മേഡം അത് പിന്നെ മൂന്നാറിൽ വെച്ചുള്ള പരിചയമാണെന്നും ഏലാർപ്പെട്ടി വിനായകന് അവിടെ കൃഷിയിടവും കാര്യങ്ങളും ഉണ്ട്. മുൻപ് കുറച്ച് നാൾ മുന്നേ ഞാൻ അവിടെ പച്ചക്കറി എടുക്കാൻ പോകുമായിരുന്നു എന്നും പല കാര്യങ്ങൾക്കും വാഹനം മോഷ്ടിച്ച് കേരള ബോർഡർ കടത്തിയ വിവരം സെന്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കഥകളും കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നീ ആക്സിഡൻറ്റിനെ പറ്റി വല്ലതും അവനോട് പറഞ്ഞോ എന്ന് ചോദിച്ചു നകുലൻ. ഇല്ല നകുലേട്ടാ, ഞാൻ അതിനെപ്പറ്റി ഒന്നും അവനോട് പറഞ്ഞിട്ടില്ല. ആർക്ക് വേണ്ടിയാണ് വണ്ടി കൊണ്ടുവന്നതെന്നൊന്നും അവൻ പറഞ്ഞില്ലെന്ന് ചോദിച്ചു. ഒരാൾ വന്നു വണ്ടി വാങ്ങിയെന്ന് അവൻ പറഞ്ഞത്. അവന് 10,000 രൂപയും കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നകുലനും ഇന്ദ്രജി ഇങ്ങനെ നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്തായാലും ഇന്ദ്രജിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു. സേനൻ്റെയോ തമ്പിയുടെയോ പേര് പറഞ്ഞ് കേട്ടതായി നീ ചോദിച്ചില്ലേ എന്ന് നകുലൻ ചോദിക്കുമ്പം അതൊക്കെ ഞാൻ ചോദിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു. വിനായകൻ എന്ന ഇടപാടുകാരൻ ഒരു സേനനാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം പറയുമ്പോൾ കൃത്യമായിട്ട് അവർ സ്പോട്ട് ചെയ്തു തമ്പിയെയും ആ സേനനെയും. അപ്പോൾ ഇപ്പോൾ റൂട്ട് ക്ലിയർ ആയില്ലേ നകുല? തമ്പിക്ക് വേണ്ടി വണ്ടി വരുത്തിയത് CI സേനൻ തന്നെയാണെന്നുള്ള കാര്യം ഇന്ദ്രജ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി കഥ മാറും, കളി മാറും. അതോടൊപ്പം തന്നെ ജാനകിയുടെ അരികിലേക്ക് തൻ്റെ അമ്മയും എത്തും. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.